ജീസസിന് നീ മകളെ പോലെയാണ് എന്നൊരു വാചകം നീലിയോട് പറയുന്നുണ്ട്. നീലി നമ്മുടെ ദൈവമല്ലേ, അതെങ്ങനെയാണ് ജീസസിന്റെ മകളാവുന്നത്? അതിൽ ജീസസിന്റെ മകളാണ് നീലി എന്ന് പറഞ്ഞോ ഒന്നും തെറ്റില്ല എന്ന് നമ്മൾ വേണം വെച്ചാൽ ഇവിടെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാക്ക 900 ചാത്തൻ കുട്ടിച്ചാത്തന്മാർ എന്ന് പറയാം. നക്ഷത്രങ്ങളെപ്പോലെ കരിനീലി അമ്മ പെറ്റിട്ട ചാത്തന്മാർ. ഇപ്പൊ വിഷ്ണുമായ ചാത്തൻ പറയുമ്പോൾ കൂളിവാകിയാണ് പറയുക. ആ ഒരു ചാത്തനെ ആരാധിക്കുമ്പോൾ ചാത്തന്റെ ഇപ്പൊ മായ ചാത്തൻ എന്നൊക്കെ പറയുന്ന പോലെ ആ മായ ഒരു മിറാക്കിൾ സംഭവിക്കുന്നു. ചാത്തൻ സേവാ കേന്ദ്രങ്ങളെ ആളുകൾ പലപ്പോഴും ആശ്രയിക്കുന്നത് പ്രപഞ്ച ശക്തികൾ തന്നെയാണ്. നീലിയാവട്ടെ ചാത്തനാവട്ടെ. ഇപ്പൊ ചാത്തന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പൊ നമ്മൾ 390 ഒക്കെ അങ്ങ് 390 കേട്ടിട്ടുണ്ടാവും. 390 അല്ലെങ്കിൽ 199 ആൾക്കാരുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിൽ പറഞ്ഞു നിർത്തുന്നതാണ്. വളരെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്നതിന് പകരം ഇതൊക്കെ പോസിറ്റീവ് ആക്കിയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആയി നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നതാണ് ഇപ്പൊ പുതിയ സിനിമയ്ക്ക് വന്നത്. നമസ്കാരം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി മഹാചണ്ടാള ബാബാജിയാണ്. ബാബാജി നമസ്തേ. ബാബാജി, കഴിഞ്ഞ ദിവസം ലോക സിനിമ കാണാൻ പോയി എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനസ്സിലായി. ലോക സിനിമ അവസാനിക്കുന്നത് ഒരു ചാത്തൻ റെഫറൻസിലാണ്. കഥ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കള്ളിയങ്കാട്ട് നീലി, ചാത്തൻ, ദൈവം, മൂത്തോൻ, ജീസസ് ക്രൈസ്റ്റ്, അതുപോലെ നമ്മുടെ കത്തനാർ, ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധിപ്പിച്ച് പോകുന്നൊരു സിനിമയാണ്. നല്ല ഒരു ക്രിയേറ്ററുടെ നല്ലൊരു മേക്കിംഗ്, നല്ല സ്ക്രിപ്റ്റ്, നല്ല മേക്കിംഗ്, നല്ല അഭിനയം, ടെക്നിക്കലി നല്ല പടം, ഫിനാൻഷ്യലി ഹിറ്റായ പടമാണ്. പക്ഷെ കേരളത്തിൽ ഇന്ന് അനുദിനം പുതിയ പുതിയ ചാത്തൻ സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു, ഉള്ളവ നവീകരിക്കപ്പെടുന്നു. ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ കുട്ടിച്ചാത്തൻ സേവയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. അവിടേക്ക് പ്രാർത്ഥനയ്ക്കായി എത്തുന്നവർക്ക് ഫലം സിദ്ധിക്കുന്നു എന്ന് പറയുന്നു. പ്രാർത്ഥന ചെയ്യുന്ന ആചാര്യന്മാർ വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നുണ്ട് എന്ന് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ഈ കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ ചാത്തൻ, കാളി, നീലി, ഈ സങ്കല്പം? എന്തിനാണ് ഇവരെയൊക്കെ ആരാധിക്കുന്നത്? ഇവരൊക്കെ പഴയ കാലത്തെ ദൈവാരാധനയിലെ വില്ലന്മാരായിരുന്നു. കാര്യസിദ്ധി, അതായത് ഒരാളെ നശിപ്പിക്കണമെങ്കിലോ ഒരു ഗൂഢപാത്രം ചെയ്യണമെങ്കിലോ ഒക്കെയാണ് ഇങ്ങോട്ടേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അത് മാറി. കാര്യസിദ്ധിക്കായി ഓടിയെത്തുന്ന ക്ഷേത്രങ്ങളായി ഇവയെല്ലാം മാറി. അപ്പോൾ ഇവരൊക്കെ ആരാണ്? എന്തായാലും നല്ലൊരു ചോദ്യമാണ്. ഒരുപാട് ഇഷ്ടമായി. ആദ്യം തന്നെ നമ്മൾ ആരംഭത്തിൽ കുട്ടിച്ചാത്തനെ കുറിച്ച് ചോദിച്ചത്, അതിപ്പോൾ ഈ ലോക എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പശ്ചാത്തലത്തിലും കൂടി ആകുമ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ സിനിമയാണെങ്കിലും പോസിറ്റീവായിട്ടാണ് കണ്ടത്. ഇതുവരെ നമ്മൾ ചാത്തനെ കണ്ടിരുന്ന സിനിമകളിലൊക്കെ കുറേ ഒരു മോശമായിട്ടാണ് ചിത്രീകരിച്ചെങ്കിൽ ഇത് മോശമായിട്ട് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തി ഇതിനെയൊക്കെ ആവിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വരുന്ന തലമുറയ്ക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യം, അറിയാനുള്ള താല്പര്യം, ജിജ്ഞാസ എന്നുവെച്ചാൽ അറിവിന് വേണ്ടി നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അറിവിനെക്കുറിച്ച് ഒന്നും അറിയാത്തവനെ സംബന്ധിച്ചും ജിജ്ഞാസയാണ് അറിവിലേക്ക് നയിക്കുന്നത്. ആ അറിവിലൂടെ പിന്നീട് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് പരമമായിട്ടുള്ള ജ്ഞാനവും മോക്ഷമൊക്കെ സിദ്ധിക്കുന്നത്. ഇത് ചാത്തനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചാത്തൻ സേവാ മഠങ്ങളെ അധികമായി വർദ്ധിക്കുന്നുണ്ട്, ഭക്തർ വർദ്ധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സംഭവം ശരിയാണ്. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ചാത്തൻ ഫുൾ റീൽസിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. ഒരു കണക്കിന് സന്തോഷമാണ്, ഒരു കണക്കിന് എന്താ വെച്ചാൽ ഇതിലൊക്കെ പല വിഷയങ്ങളും ഉണ്ടായിരിക്കും, എന്തെങ്കിലും പോട്ടെ. അപ്പോൾ എന്നാൽ പോലും ഇങ്ങനെ വർദ്ധിക്കുന്നതിന്, ആരാധനാ കേന്ദ്രങ്ങൾ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം, അല്ലെങ്കിൽ സാധകർ ഭക്തരൊക്കെ വർദ്ധിക്കുന്ന പ്രധാന കാരണം എല്ലാവർക്കും കാര്യം സാധിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണല്ലോ. കാര്യം സാധിക്കണമെങ്കിൽ ഇപ്പോൾ എങ്ങനെ പോലും എത്ര റീൽസ് ഇട്ടാലും അത് സക്സസ് ആവില്ല. അപ്പോൾ നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ റീൽസിൻ്റെ കാര്യം മാത്രമല്ല, ഇത് ശക്തി ചൈതന്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ശക്തി ചൈതന്യം ഉണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഇവിടെയാണെങ്കിൽ പോലും ആളുകൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നായാലും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ഉപദേശം ദീക്ഷ സ്വീകരിക്കാനൊക്കെ വരുന്നത്. കേരളത്തിൽ ആരാധിക്കപ്പെടുന്ന കുട്ടിച്ചാത്തന് പ്രത്യേകത സവിശേഷമായിട്ടുള്ളൊരിതുണ്ട്. കാരണം ആ ഒരു ചാത്തനെ ആരാധിക്കുമ്പോൾ ചാത്തൻ്റെ ഇപ്പോൾ മായ ചാത്തൻ എന്നൊക്കെ പറയുന്ന പോലെ ആ മായ ഒരു മിറാക്കിൾ സംഭവിക്കുന്നു എന്നുള്ളത്. ചാത്തൻ സേവാ കേന്ദ്രങ്ങളെ ആളുകൾ പലപ്പോഴും ആശ്രയിക്കുന്നത് ഒരു മോക്ഷത്തിനൊന്നും ആണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. കാരണം ഇപ്പോൾ ആളുകളൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ചാത്തനെ ഉപാസിക്കുന്നു, പോയി തൊഴുന്നതും ഒക്കെ തന്നെ. ചാത്തനിൽ മോക്ഷമില്ല എന്നല്ല, ചാത്തനെ ഉപാസിച്ചാൽ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം മോക്ഷമാണ്. കാരണം പരമമായ പദം ബിന്ദുസ്ഥാനം എന്നൊക്കെ പറയും നമ്മൾ. ആ പരമമായ ബൈന്ദവസ്ഥാനം ബിന്ദുസ്ഥാനാണ് ചാത്തൻ. പക്ഷേ
എല്ലാവരും ഉപാസിക്കുന്നത് കാര്യസാധ്യത്തിന്. ആ കാര്യസാധ്യം നടക്കുന്നു എന്നുണ്ടാവുമ്പോൾ ഒരു സെൻറ്ററിൽ അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിൽ ആളുകൾ വർദ്ധിക്കുമ്പോൾ അത് മനസ്സിലാക്കി അവിടുന്ന് ശാഖോപശാഖകളായിട്ട് ആളുകൾ കരു വാങ്ങുക എന്നൊക്കെയാണ് പറയുക. ഇതിൻ്റെ ഒരു വിഗ്രഹം പോലെ എന്തെങ്കിലും വാങ്ങിയെടുക്കുക, അല്ലെങ്കിൽ മന്ത്രോപദേശം വാങ്ങുക, ഇങ്ങനെ പോയി സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കാര്യം സാധിക്കുന്നത്. എന്തുകൊണ്ട് സാധിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിതിനു മുമ്പും അബാക്കിൽ തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അതിൽ വലിയ സന്തോഷമുണ്ട് നമുക്ക്. അബാക്ക് തുടർന്നും ഇത്തരം ഒരു മലബാര സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളെ ഒരു ചർച്ചയ്ക്കെടുക്കുകയും അത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് നമുക്ക്. അപ്പോൾ അതിലെന്താ വെച്ചാൽ ഈ മലബാര ദൈവസങ്കല്പങ്ങളൊക്കെ നാച്ചുറലാണ്, പ്രകൃതിദത്തമായ പ്രപഞ്ച ശക്തികളെയാണ് നമ്മൾ. എന്താണ് ഇതൊക്കെയെന്നാണ് ചോദിച്ചാൽ, പ്രപഞ്ചശക്തികൾ തന്നെയാണ്. നീലിയാവട്ടെ, ചാത്തനാവട്ടെ. ഇപ്പോൾ ചാത്തന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ നമ്മൾ 390 ഒക്കെ അങ്ങ് ഓക്കെ 390 ഒക്കെ ഉണ്ടാവും. 390 അല്ലെങ്കിൽ 399 വേണം ആൾക്കാരുണ്ട്. ഇങ്ങനെ പല സിനിമയുടെ ക്ലൈമാക്സിൽ പറഞ്ഞു നിർത്തുന്നതാണ് എന്നെ പോലെ 390 പേര് വേറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതെ, അത് എന്താ വെച്ചാൽ അങ്ങനെ പറയാനുള്ളൊരു കാരണം വെച്ചാൽ അതൊരു വ്യവസ്ഥാപിത ഒരു സംഖ്യ വന്നതുകൊണ്ട്. പക്ഷെ നമ്മളൊക്കെ കുറച്ചുകൂടി മലബാരത്തിൻ്റെ ആ ഒരു ആദ്യാരംഭത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ സംഖ്യയില്ല. അവിടെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാക്ക 900 ചാത്തൻ, കുട്ടിച്ചാത്തന്മാർ എന്ന് പറയാം, നക്ഷത്രങ്ങളെ പോലെയാണ്. കരിനീലി അമ്മ പെറ്റിട്ട ചാത്തന്മാരാണ്. ഇപ്പൊ വിഷ്ണുമായ ചാത്തൻ വരുമ്പോൾ കൂളിവാകിയാണ് പറയുക. പക്ഷെ മറിച്ച് മലബാര സമ്പ്രദായത്തിൽ കരിനീലി അമ്മ പെറ്റിട്ട് പറഞ്ഞാൽ ഈ നമ്മുടെ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തവള പാറ്റുന്ന പോലെയാണ്, എണ്ണത്തിലല്ല പാറ്റുന്നത്. ഈ പറഞ്ഞ പോലെ പാറ്റാന്നാണ് നമ്മളൊക്കെ പറയുക. എല്ലാവരും എന്താ ഭാഷ വയ്ക്കാറില്ല, പ്രസവിക്കുക തന്നെയാണ്, പക്ഷെ ഒരു മുട്ട പോലെയാണല്ലോ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ അതുപോലെ അമ്മ പെറ്റിട്ടപ്പോൾ ഈ നക്ഷത്രങ്ങൾ വാരി വെത്തിരിയെ പോലെയാണ്, നെല്ല് വിത്തെറിയുന്ന പോലെ ഇഷ്ടം പോലെയുണ്ട്. അത് എണ്ണി ഒതുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിലെ ഓരോ സൂക്ഷ്മ കണങ്ങളിലും ചാത്തനിരിക്കുന്നുണ്ട്, അത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ചാത്തന്മാർ അതുകൊണ്ട് പ്രകൃതി ശക്തികൾ തന്നെയാണ്. കേവലം പഞ്ചഭൂതങ്ങൾ മാത്രമല്ല, അതിൻ്റെ സൂക്ഷ്മമായ ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെ പറഞ്ഞാൽ അതിനേക്കാൾ കണങ്ങളായിട്ട് ആറ്റം പോലെയൊക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ആ സൂക്ഷ്മ കണങ്ങളോട് നമ്മൾ നാച്ചുറലായിട്ട് ഇപ്പോൾ ചാത്തനോട് ഒരു ചാത്തൻ്റെ ഭക്തി സംസാരിക്കും, ചാത്ത എടാ ചാത്ത എന്താണ് ചങ്ങാതി എന്നൊക്കെ ചോദിക്കുന്ന ആളുടെ ഒരു തെറ്റുമില്ല. മറ്റുള്ളതല്ല, ശിവൻ കോപിക്കോ വിഷ്ണു കോപിക്കോ അല്ലെങ്കിൽ അള്ളാഹ് കോപിക്കോ യഹോവ കോപിക്കോ ഭയൽക്കുന്ന ആളുകളാണ്. ഇവിടെ ഭയമില്ല. പണ്ട് കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഈ തറവാട്ടിൽ ഇതുപോലെ ചാത്തനൊക്കെ കല്ലാ വെക്കുക, വേറെ വിഗ്രഹമൊന്നുമില്ല, അതിൻ്റെ മുകളിൽ കോട്ടി കളിച്ചിട്ടുണ്ട്. ചാത്തൻ കോപിച്ചിട്ടില്ല. കുഞ്ഞു കുട്ടിയുടെ മൂത്തൊഴുക്കിടക്ക് അതിൻ്റെ അടുത്തായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ആ നാച്ചുറലായിട്ട് വിളിക്കുന്നു. പിന്നെ നമ്മൾ കഴിക്കുന്നതാണ് കൊടുക്കുന്നത്, അല്ലാണ്ട് അതിനായിട്ടൊരു നിവേദ്യ സെറ്റപ്പ് ഒന്നുമില്ല. നമ്മൾ വീട്ടിൽ എന്താ വെച്ചാൽ കഞ്ഞി ചമ്മന്തി ആണെങ്കിൽ അതല്ല, മീൻ വറുത്താണെങ്കിൽ അതല്ലെങ്കിൽ നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ പണ്ട്. ഇപ്പോൾ പിന്നെ നാടൻ കോഴി കുറവായിരിക്കും, കോഴി ആയിരിക്കും ചിലപ്പോൾ. എന്തായാലും ശരി, കോഴി വിധിയില്ല, പക്ഷെ പറയുക കഴിക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അതൊക്കെ പോത്തിറച്ചിയൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെഡ് മീറ്റിൽപ്പെട്ട അത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അത്തരം കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നു. പിന്നെ ഇപ്പോൾ ചെത്തുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കള്ള് അത്തരം കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ സ്വയം കുടിക്കുന്ന സാധനം കൊടുക്കുന്നു. ചാത്തന് കൊടുത്ത് ഒപ്പരുന്ന് കമ്പനിയുടെ കമ്പനിക്കാരനാണ് ചാത്തൻ. ഇതുകൊണ്ടൊക്കെ അത്രയും അടുത്ത് നിൽക്കുമ്പോൾ ഒരു നിഷ്കളങ്കതയിൽ നിന്നുള്ള ആ ഭക്തിയിൽ നിന്നാണ് കാര്യസാധ്യം. പിന്നെ പൂജാ പദ്ധതിയാണെങ്കിലും ഇന്ന് കാണുന്ന ഒരു വൈദിക ഒരു ആർട്ടിഫിഷ്യൽ ശൈലിയല്ല യഥാർത്ഥത്തിൽ ചാത്തൻ്റെ പൂജ. അപ്പോൾ തന്നെ അത്തരം പൂജകളൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ ചാത്ത എന്നൊക്കെ വിളിച്ച് നെഞ്ഞത്തടിച്ചിട്ടൊക്കെ വിളിക്കുന്ന സമയത്ത് വെറുതെ പറയുക ചെയ്യാം, നമ്മുടെ മന്ത്രം ഇന്ന പോലെ പറയണം അങ്ങനെയൊന്നുമല്ല. അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല, ഒരു ഇക്വേഷൻ സിസ്റ്റം ഇല്ല, അങ്ങനെയല്ല അത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും ഒരു പ്രത്യേകിച്ച് ആടയാഭരണങ്ങളൊന്നും ചാത്തനെ പൂജിക്കുന്നവർക്കൊന്നും വേണ്ട. അവൻ്റെ പണിയും കഴിഞ്ഞ് വന്നവൻ കുളിയും കഴിഞ്ഞിട്ട് വെച്ച് കൊടുക്കുന്ന രീതി, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നാച്ചുറലി അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത്. അപ്പം നമ്മളെപ്പോഴും ഇപ്പം അങ്ങേക്ക് നമ്മോട് സ്നേഹം ഉണ്ടാവണമെങ്കിലേ ആർട്ടിഫിഷ്യലായിട്ടാണ് കാണിക്കണേ വെച്ചാൽ അങ്ങേക്ക് നമ്മോട് സ്നേഹം ഉണ്ടാവില്ല. അങ്ങനെ പറയെന്താ, ബാബാജി ഒരു ആർട്ടിഫിഷ്യലാണെന്ന് പറയും ഇല്ലേ? അതിനുവേണ്ടി മറ്റ് നമ്മൾ നാച്ചുറലായിട്ട് രോഹിത്ജി എന്തൊക്കെ സുഖമാണൊക്കെ ബാബാജി എന്ത് പറഞ്ഞാൽ നാച്ചുറലായിട്ടാണ് അതെന്താ വെച്ചാൽ അങ്ങേ കൂടുതൽ എന്നിലേക്ക് അടുപ്പിക്കും. ഇത് തന്നെയാണ് ആ ദൈവങ്ങളുടെയും. പക്ഷേ ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങളിൽ അവർ പ്രത്യേക മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു കാരണം നമ്മൾ വിഷ്ണുമായുമായി ബന്ധപ്പെട്ട് ശരിക്കും ഒരു ചരിത്രപരമായിട്ടൊരു വിഷയം എന്താ വെച്ചാൽ ഈ ചാത്തൻ എന്ന് പറയുന്നത് മലബാര സംബന്ധിയാണ്. അതൊരു ട്രൈബൽ വർഷിപ്പിൻ്റെ ഭാഗമാണത്. പക്ഷെ പിന്നീട് അത് മറ്റൊരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് മറ്റു സമൂഹങ്ങൾ ഇപ്പോൾ വൈദിക ആചാരം പിൻപറ്റുന്ന സമൂഹങ്ങൾ ഇതിനെ പഠിച്ച് മലബാരത്തിലൊക്കെ എല്ലാവർക്കും പഠിച്ച് ഉപാസിക്കുമ്പോൾ പരിമിതികൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പുതിയ മിത്തോളജി വരികയും പുതിയ വേർഷിപ്പ് സിസ്റ്റം വരികയും ചെയ്തു. അപ്പോൾ എന്തും സ്വീകാര്യമാണ് ചാത്തന് ഇന്നൊന്നുമില്ല. അങ്ങനെ വന്നതിൻ്റെ ഭാഗം അപ്പോൾ കരിനീലിപ്പെട്ട ചാത്തന്മാരാണ്. പക്ഷെ എന്താണ്, വിഷ്ണുമായ ചാത്തൻ വരുമ്പോൾ കൂളിവാകയാണ് വരുന്നത്. പിന്നെ കൂളിവാക വരുമ്പോഴും അത് പാർവതിയുടെ സ്വരൂപമായിട്ടുള്ള കൂളിവാകയാണ് വരുന്നത്, അല്ലാണ്ട് യഥാർത്ഥത്തിൽ അവിടെയുള്ള മലയിലുള്ള കൂളിവാകയല്ല. അതിൻ്റെ രൂപം പാർവതി സ്വീകരിക്കുകയാണ്. കാരണം പരമേശ്വരന് പ്രേമം മൂത്തുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. കൂളിക്കുന്നൻ ചാത്തന്
കരിനീലി അമ്മയിൽ ഉണ്ടാകുന്ന കുട്ടികളാണ് കുട്ടിച്ചാത്തന്മാർ, പാതാളത്തിലാണ് പെറ്റിടുന്നത്. അപ്പോൾ ആ കൂളിക്കുന്നൻ ചാത്തൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ പൊറുതി തുടങ്ങിയ കരിനീലിക്ക് കൂളിക്കുന്നിൽ ചെന്നു എന്നുള്ളതുകൊണ്ട് വിളിച്ച പേരാണ് കൂളിവാക എന്നുള്ളത്. അപ്പോൾ അതിലെന്താ വെച്ചാൽ ഇളയവൻ എന്താ വെച്ചാൽ ഈ പറയുന്ന മായക്കുട്ടിച്ചാത്തനാണ് വിഷ്ണു പിന്നോട്. അപ്പോൾ ആ വിഷ്ണു കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പുഞ്ചനല്ലൂർ ഭട്ടരിപ്പാടിനൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് തൃശ്ശൂരിലൊക്കെ പറഞ്ഞ ഒരു കഥ അല്ലെങ്കിൽ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ അവിടെ ആ ഒരു ചാത്തനെ നേരിട്ടിട്ട് എല്ലാവരും നമ്പൂതിരിക്ക് ആരാധിക്കണമെങ്കിൽ അവർക്ക് ഉപനയനം ചെയ്ത് കൊടുക്കണം, പുതിയ പേരിട്ട് കൊടുക്കണം. അപ്പോൾ സിസ്റ്റം അങ്ങനെ ആക്കി മാറ്റി. ആ സിസ്റ്റത്തിൽ നിന്ന് അപ്പോഴും ഫലം ഉണ്ടെന്ന് പറയാൻ കാരണം ഇങ്ങനെയൊക്കെ ചെയ്താൽ പോലും അവരവസാനം എൻ്റെ ചാത്താന്ന് വിളിക്കാതിരിക്കില്ല. ആർട്ടിഫിഷ്യലി ചാത്തൻ്റെ മന്ത്രം എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ കിണ്ടി മണിയൊക്കെ വെച്ച് താന്ത്രികമായിട്ടുള്ള വലിയൊരു പൂജാപതി ദേഹശുദ്ധി ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്താലും എൻ്റെ ചാത്താന്ന് പറഞ്ഞിട്ട് വെച്ച് കൊടുക്കുന്ന ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്നുണ്ടായിരിക്കും ഈ സാഹചര്യമുള്ളിടത്തൊക്കെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ചാത്തൻ്റെ കൽപ്പനകളൊക്കെ ഉണ്ട്. ചാത്തൻ കൽപ്പന കൊടുക്കുമ്പോൾ അതിൻ്റെ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതും രീതികളും ആട്ടൊക്കെ നമുക്കാണല്ലോ, അതൊരു വേദിക് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലല്ലോ, അല്ല, നാച്ചുറലാണ്. ഭാഷ പോലും അതല്ല, നാച്ചുറലാണ്. നാച്ചുറലായിട്ടാണ് ഇത് കിട്ടുന്നത്. ആ നാച്ചുറലായിട്ടുള്ള ദൈവങ്ങളെ ഒരു സമയത്ത് ഇപ്പോൾ അങ്ങ് സിനിമയുടെ കാര്യം പറഞ്ഞു, പക്ഷേ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ കണ്ട സമയത്ത് നമുക്ക് ഒരുപാട് വിഷമാവുക ചെയ്തത്. ഇത് കണ്ടപ്പോൾ ലോകം കണ്ടപ്പോൾ വിഷം വരാത്തതിന് കാരണം ഒരു വളരെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്നതിന് പകരം ഇതൊക്കെ പോസിറ്റീവാക്കിയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായി നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നതാണ് ഇപ്പോൾ പുതിയ സിനിമയൊക്കെ വന്നത്. ബ്രഹ്മയുഗം കണ്ടപ്പോൾ അങ്ങനെ എന്താ തോന്നിയത്? ബ്രഹ്മയുഗം വന്നപ്പോൾ എന്താ വെച്ചാൽ അതൊരു ചാത്തനെ എന്താ വെച്ചാൽ ഒരു ഭീകരമായിട്ട് ഒരു വെറുപ്പിൻ്റെ ഭയത്തിൻ്റെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പം. നമ്മൾ അങ്ങോട്ട് കൗളം എന്തോ ഒരു മോശം, കൗളം എന്നുള്ളതല്ല, കൗളം എന്ന വാക്ക് പോലും ഈ മലവാരത്തിൻ്റെതായിരിക്കുന്ന സ്റ്റാൻഡേർഡൈസിങ് ആണ്. മലവാരം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അങ്ങയോട് നമ്മൾ ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ കേവലം ഒരു ആത്മീയാചാരനല്ല, സാമൂഹികമായ പ്രതിബദ്ധതയുണ്ടെന്ന് കരുതുന്ന ഇവിടുത്തെ ഏതൊരു ആത്മീയ പദ്ധതിയും ശ്രേഷ്ഠമാണ്. ഒന്നിനെയും നമ്മൾ മോശപ്പെടുത്താറില്ല. അപ്പോൾ നമ്മളുടെ പൊതുപരിപാടി ഉണ്ടായപ്പോൾ നമ്മളൊരു ആചാര്യന്മാരെ കുറ്റം പറയാൻ നിന്നിട്ടില്ല. അവരുടെ ശൈലി ശ്രേഷ്ഠമാണ്, മറ്റൊന്നും ശ്രേഷ്ഠാന്നേ പറയും. അപ്പോൾ അതെന്താ വെച്ചാൽ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഈ മലവാര കൾട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രൈബ്സിൻ്റെയൊക്കെയാണ്, അധസ്ഥിത വിഭാഗങ്ങളുടെ, അത് അവരുടെ മാത്രമല്ല അതിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒക്കെ വേദങ്ങളൊക്കെ ആണെങ്കിൽ പോലും. അപ്പോൾ അതിനെ എന്താ വെച്ചാൽ ആ ഒരു വർഷിപ്പിൻ്റെ ദൈവങ്ങൾ മോശമെന്ന് നമ്മൾ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ ആ കൾട്ടിനെ ഫോളോ ചെയ്യുന്നവരൊക്കെ മോശക്കാരും അവരൊക്കെ ഭീകരന്മാരുമായിട്ട് മാറും. അതാണ് ആ ഭ്രമയുഗത്തിൽ നമുക്കുണ്ടായ വിഷയം. കാരണം ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ അങ്ങനെ ചിത്രീകരിക്കുമ്പോൾ പുതിയ തലമുറ കുട്ടികളത് കാണുന്നു, അവർ തിരിച്ചിരിക്കുന്നു. ചാത്തൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയക്കുന്നൊരു പോലെ, നേരത്തെ പറഞ്ഞ കൊട്ടേഷൻ അല്ലെങ്കിൽ ഗുണ്ടാ നേതാവിനെ പോലെ ഇന്നലകൾ പൂജാരിമാരുണ്ടാക്കി വെച്ച ആ സിസ്റ്റം വീണ്ടും നമ്മൾ അങ്ങനെ ആക്കുകയാണ്. ഈ നമ്മുടെ ഈ സിനിമയിൽ, ലോക സിനിമയിൽ ഒരു ഘട്ടത്തിൽ ആ കഥാപാത്രം ആര് ചെയ്തു അതൊരു സസ്പെൻസ് ആണ്. എനിക്ക് സസ്പെൻസ് ആയിരുന്നു, അയാളാണത് ചെയ്തതെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ദൈവമാണോ എന്ന് പറഞ്ഞു പോയിട്ട് ഫ്രീക്ക് രൂപമൊക്കെ കൊടുത്ത അവസാനമാണ് അത് ചാത്തനായിരുന്നു എന്നൊരു പോയിന്റിൽ ആ പടം അവസാനിപ്പിക്കാൻ വ്യക്തമായി പറഞ്ഞുകൊണ്ടും കൂടിയല്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും. അതാണ് നമ്മളിപ്പോൾ മറ്റുള്ളവരോട് ആരെങ്കിലും പറയുകയാണ് അത് ശരിയായില്ല, ചാത്തനെ അങ്ങനെയല്ല, ചാത്തൻ പോത്തുംപുറത്ത് വരുന്ന പോലെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റാണ്. ഇപ്പം നമ്മൾ അങ്ങയുടെ മുന്നിലിരിക്കുന്ന ഇങ്ങനെയാണ്. അങ്ങയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരെ അത്ഭുതപ്പെട്ടു, ഇതെന്ത് ഇയാൾ ഓരോ വേഷത്തിലല്ല ദൈവങ്ങൾ ഇരിക്കുന്നതും പരമമായ സത്യം ഇരിക്കുന്നത്. വേഷഭൂഷാദികൾ ഈ കാലഘട്ടത്തിൻ്റെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കൽക്കി തന്നെ അവതരിക്കുക എന്ന് കരുതുക, കൽക്കിയോ അല്ലെങ്കിൽ യേശുവോ അല്ലെങ്കിൽ പ്രവാചകനോ ആര് വന്നോട്ടെ, ഇവരൊക്കെ വരുന്ന സമയത്ത് ഈ കുതിരപ്പുറത്ത് വാളും പിടിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് പറഞ്ഞ പോലെ കാലത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊള്ളും വസ്ത്രങ്ങൾ. അപ്പോൾ അവിടെയാണ് വേഷഭൂഷാദികളൊക്കെ മാറ്റിയിട്ട് യോയോ ആയിക്കൊണ്ട് വന്നിട്ട് കൂളായിട്ട് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ്, തൻ്റെ കർത്തവ്യം പൂർത്തീകരിക്കുകയാണ്. അതിന് അർത്ഥം ഒന്നുകൂടി ഉണ്ട്, ദൈവം നമ്മൾ എത്ര മാറിയാലും യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവം നിന്നോടൊപ്പമുണ്ട്. ബ്രില്യന്റ് സ്ക്രിപ്റ്റ് ആണെന്നുള്ളതാണ്. അതെ തീർച്ചയായിട്ടും. അപ്പോൾ അവിടെയാണ് ആ മാറ്റം സത്യത്തിൽ ഉണ്ടായാലും നമ്മൾ സന്തോഷം. മലവാര സമ്പ്രദായത്തെ നമുക്ക് ഉറപ്പുണ്ട്, മലവാരം, ആദിമാർഗം ഇതൊരു ബ്രാൻഡായിട്ട് കേരളത്തിലോ അല്ലെങ്കിൽ ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ നമ്മൾ കുറച്ച് ത്യാഗങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ആവിഷ്കാരം അതിൽ സന്തോഷിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ മറ്റ് ദൈവങ്ങളും മറ്റ് സങ്കല്പങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ മഹാഭാരതത്തിനെ സംബന്ധിച്ചിട്ട് ഈ ഇദ്ദേഹത്തെ വെച്ചിട്ട് ഒരു ഹിന്ദിയും തമിഴൊക്കെ ഒരു വലിയൊരു പടം ഒന്നില്ലേ പ്രഭാസിനെ വെച്ചിട്ട്. അപ്പോൾ അത്തരം പടങ്ങളൊക്കെ ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ ആ ഒരു സങ്കല്പം മാത്രമാണ് വരുന്നത്.
മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിപ്പോൾ ജീസസിനെ വെച്ചിട്ടാണല്ലോ ഒരുപാട് പടങ്ങൾ, ഇങ്ങനെ അല്ലെങ്കിൽ പോലും ജീസസിൻ്റെ പടം വരുന്നത്. പക്ഷേ ഇത്തരം സങ്കല്പങ്ങളെ കുറിച്ചുള്ള പടങ്ങളൊക്കെ നെഗറ്റീവ് മാത്രം ഉണ്ടായിരുന്നു. ഇവിടെയാണ് കാലത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ ഈ അഭ്രവാളികളിൽ ഇതിനെ ചിത്രീകരിക്കുന്ന നേരത്തെ അവിടെ എന്താ വെച്ചാൽ പുതിയ കുട്ടികൾ പുതിയ രീതിയിൽ അവരുടെ സൂപ്പർമാൻ പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അങ്ങനെ പല ക്യാരക്ടറുകളുണ്ടല്ലോ, ജയ് ഭീം പോലെ, കൃഷ്ണ എന്ന് പറയുന്ന പോലെ, അങ്ങനെ ഒരു രീതിയിൽ അവർക്ക് പുതിയ പുതിയ കഥാപാത്രങ്ങളെ കിട്ടുന്നതിനൊപ്പം ഒരു ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ ഒരു കൾച്ചർ, ഈ ഭാരതത്തിൽ നിൽക്കുന്ന ഒരു കൾച്ചറിനെ മറ്റൊരു ഭാരതത്തിൽ മാത്രമല്ല ചാത്തൻ എല്ലായിടത്തും അപ്പോൾ അത് എത്തിക്കും. അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവം നിങ്ങളിൽ തന്നെയാണ്, നിങ്ങളെ പോലെ തന്നെയാണ് ദൈവം നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നത് എന്നൊരു സന്ദേശം. നമ്മളിൽ നിന്ന് അന്യമല്ല ദൈവം. ഇപ്പൊ യേശു പറയുന്നത് പോലും ദൈവരാജ്യം നിന്റെ ഉള്ളിലിരിക്കുന്നു, ദൈവം നിന്നിൽ തന്നെയാണ്. നമ്മള് ഇല്ല എന്ന് പറയുന്ന പലതും ആ സിനിമയിലൂടെ പുനർജന്മവും പൂർവ്വജന്മവും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് ആ സിനിമയിൽ. അതാണ് അതൊക്കെ അതെന്താ അതാ പറയുന്ന ആ ഒരു കാലത്തിനനുസരിച്ച് മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറയപ്പെടുന്ന ഒരു ഇന്ത്യൻ ഒരു സ്പിരിച്വൽ കാഴ്ചപ്പാടുകളുണ്ട്, വ്യത്യസ്ത കാഴ്ചപ്പാട്. എന്നാൽ പോലും ഈ പറഞ്ഞ പുനർജന്മ സിദ്ധാന്തത്തെ കുറിച്ചിട്ട്, അങ്ങനെയുള്ള ദേവതകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ വേൾഡിനെ തന്നെ, ഇപ്പം അങ്ങ് പറഞ്ഞ യേശു, അപ്പോൾ വേൾഡിനെ തന്നെ മൊത്തത്തിലെടുത്തുകൊണ്ട് ആ ദൈവം എന്ന് പറയുന്നത് ദൈവം ആവശ്യമാണ് എന്ന് പറയുന്ന അഭിപ്രായക്കാരാണ്. ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും, ദൈവം ഉണ്ട് പറഞ്ഞുകൊണ്ടൊന്നുമില്ല. അപ്പോൾ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളുകളാണ് കൂടുതൽ, പ്രത്യേകിച്ച് ഇപ്പോഴും ഉണ്ട്. നമ്മൾ പല രാജ്യങ്ങളും ഇല്ലാണ്ടായി പറഞ്ഞാലും ആളുകൾ ഇല്ലാണ്ടായിട്ടൊന്നുമില്ല, അതിൻ്റെ വേർഷിപ്പ് കേന്ദ്രങ്ങളും സിസ്റ്റം മാറും. പക്ഷേ ഒരാൾ ഒരു ആത്മീയ പാതയിൽ ചരിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ എന്നോട് പറഞ്ഞാണ്, രോഹിത് ഒരു വീഡിയോ ചെയ്യണം. എന്നുവെച്ചാൽ എന്തിനാണ് അത്? ഈ ലോക സിനിമ ഹൈന്ദവ ആചാരങ്ങളെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ഞാൻ പറഞ്ഞു, എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ. ഈ ക്രൈസ്തവരുടെ ചില പേരുകളൊക്കെ എടുത്ത് സിനിമ ഇട്ടപ്പോൾ, ഈശോ എന്നൊക്കെ പറഞ്ഞ സിനിമ ഇട്ടപ്പോൾ എന്തുമാത്രം വിവാദങ്ങളുണ്ടായി. ഇവിടെ നമ്മുടെ നീലി സങ്കല്പത്തെയും ചാത്തൻ സങ്കല്പത്തെയും ദൈവസങ്കല്പത്തെയും ഒക്കെ ഇവർ തകർക്കുകയാണ്. മാത്രമല്ല, ഇത് എൻ്റെ പ്രൊഡ്യൂസർ മമ്മൂട്ടിയുടെ മോനാണ്, ദുൽഖറാണ് ഇതിൻ്റെ പിന്നെ മൂത്തോൻ എന്ന് പറയുന്നത് ജീസസിനെയാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ജീസസിന് നീ മകളെ പോലെയാണ് എന്നൊരു വാചകം നീലിയോട് പറയുന്നുണ്ട്. നീലി നമ്മുടെ ദൈവമല്ലേ, അതെങ്ങനെയാണ് ജീസസിന്റെ മകളാവുന്നത് എന്നൊക്കെ രീതിയിൽ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള അവിടെ അങ്ങ് ഈ സംസാരിച്ചത് ആരും ആവട്ടെ. ഇവിടെയാണ് ചാത്തനെയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് ബ്രഹ്മയുഗത്തിൻ്റെ ആ സമയത്താണ് പറയേണ്ടത്. ഇതിൽ പറയേണ്ട ആവശ്യം ഈ ഒരു സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആചാര്യം കൂടിയാണ് നമ്മൾ. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് നമ്മൾ, പുസ്തകങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൽ ജീസസിൻ്റെ മകളാണ് നീലി എന്ന് പറയണോ ഒന്നും തെറ്റില്ല എന്ന് നമ്മൾ വേണം. വെച്ചാൽ ക്രിസ്തു മതം ഉണ്ടാകുന്നത്, ഇപ്പോൾ അല്ലെങ്കിൽ ക്രിസ്തു മതം, ഇപ്പോൾ യഹൂദ മതമോ ജൂസ് എന്തോ ആവട്ടെ, ഇതിനൊക്കെ ആധാരമായി നിൽക്കുന്ന ഒരു ട്രഡീഷണലി ഉള്ള ഒരു ആദ്യ സംരംഭം ഉണ്ടായിരിക്കും. അതാണ് ആദിമാർഗം. ആ ആദിമാർഗത്തിന്റെ ഭാഗമാണ് നീലിയും. ഇപ്പൊ കള്ളിയങ്കാട്ട് നീലിയാണ് അതിൽ പണരിയക്ഷി ഭാവം. ഇപ്പൊ നമ്മൾ വേണതോ കള്ളിയങ്കാട്ടല്ല, കല്ലടിക്കോട് നീലിയാണ് വേണത്. അപ്പോൾ ആ ഒരു സങ്കല്പം ഏത് മതങ്ങളും ഇന്ന് നിൽക്കുന്ന ഹിന്ദു മതമാകട്ടെ, അല്ലെങ്കിൽ ക്രിസ്തു മതമാകട്ടെ, ബൗദ്ധമതമാകട്ടെ, ലോകത്തെമ്പാടും ഈ സാറ്റൻ എന്ന് പറയുന്ന സാത്താൻ, ചൈത്താൻ എന്നൊക്കെ പറയുന്ന ആ സാറ്റൻ, ശനിയുമായി ബന്ധപ്പെട്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ചാത്തൻ ആരാധനയുടെ ചുവട് പിടിച്ചാണ് വരുന്നത്. പഴയതിനെ മോശപ്പെടുത്തിക്കൊണ്ട് പുതിയതിനെ കൊണ്ടുവരികയാണ്. അപ്പോഴും പഴയതുള്ളതാണ്. അപ്പം നീലി മകളായാലും കുട്ടിച്ചാത്തൻ മകനായാലും ലോകത്തുള്ള എല്ലാ ദൈവസങ്കല്പങ്ങൾക്കും ആധാരം ഈ പറയുന്ന ആദി മലബാര സമ്പ്രദായമാണ്. അപ്പം എല്ലാ ദൈവങ്ങളെയും ഒന്നിച്ചു ചേർക്കുന്ന ഒരു കൺസെപ്റ്റാണത്. അങ്ങനെ വരണം. അപ്പോഴാണ് മണ്ണിൻ്റെ മണമുള്ള ഈ മനുഷ്യരും ഒക്കെ നമ്മൾ കേവലം ഭക്തിയല്ല സംസാരിക്കുന്നത്, അവരുടെ കൾച്ചർ തൊടാതെ, അവരെ തൊടാതെ, നമുക്ക് അന്നം തരുന്ന കർഷകനെ തൊടാതെ നമ്മൾ എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല. ആ കർഷകനെ തൊടുമ്പോൾ അവൻ്റെ വിശ്വാസങ്ങൾ തൊടും. അവൻ്റെ വിശ്വാസങ്ങളാണത്. അവൻ ഇന്നലകളിൽ വിശ്വസിച്ചതാണ്. പലതു കാരണം കൊണ്ടും, അത് അവൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം, അപകർഷത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല സാമൂഹ്യ ചുറ്റുപാടും അവൻ വിട്ടുകളഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇന്ന് ചിലപ്പോൾ അവൻ ജീസസ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. ഇതെന്നുള്ള അത് തന്നെയാണത്. കുട്ടിച്ചാത്തനായാലും ഒക്കെ, ജീസസ് ആയാലും ദൈവപുത്രനാന്ന് തന്നെ വിളിക്കുന്നത്, യേശുവിനെ ദൈവപുത്രൻ എന്നാണ് വിളിക്കുന്നത്, ഇല്ലേ? ചാത്തനും ദൈവപുത്രൻ തന്നെയാണ്. അത്ര തന്നെയുള്ളൂ. അതിൻ്റെയൊക്കെ വർഷിപ്പും മറ്റുള്ള എന്താ പറയുക, നമ്മളുടെ ഈ ക്രിസ്മസ് പോലും ഒക്കെ ഈ പറയുന്ന ദൈവങ്ങളും ഗോത്ര ദൈവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് തന്നെയാണ്. തെറ്റല്ല, അതിലൊന്നും നമ്മൾ വിവാദമുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് മമ്മൂട്ടി, ദുൽഖർ, സിദ്ദിഖ്, നാദിർ ഷാ, പേരുകൊണ്ട് നമ്മൾ സത്യത്തിൽ നമ്മൾ ആർഷ സംസ്കാരത്തെ ശ്രേഷ്ഠമായി കാണുന്നതാണ്. ഒരിക്കലും തന്നെ ഒരു പ്രൊഡ്യൂസർ, ഒരു സംവിധായകൻ അഭിനയിച്ച ഒരാളെ വെച്ച്, ഇപ്പം മമ്മൂട്ടി അഭിനയിച്ചത് കൊണ്ട് ബ്രഹ്മയുഗം അങ്ങനെയല്ല, അതിനെ ആവിഷ്കരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. മറിച്ച് ഒരു പേര് കൊണ്ടൊരിക്കലും കലാവിഷ്കാരങ്ങളെ നമ്മൾ
ജാനകി എന്ന പേര് പോലെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാക്കരുത്. കാരണം ആ സിനിമ, ജാനകിയുടെ സിനിമ കണ്ടപ്പോൾ നമുക്ക് എന്തിനാ ഈ വാദം ഉണ്ടായിന്നറിയില്ല. അപ്പോൾ അതുപോലെയാണ് ദുൽഖർ എടുത്തതാണെങ്കിൽ നമ്മൾ പറയാം, നമ്മളെപ്പോലെ ഒരു മലബാർ സമ്പ്രദായത്തിന്റെ രാജാവും കൂടി ആയിട്ടുള്ള നമ്മൾ പറയാം അദ്ദേഹത്തിനാണ് നന്മയും. ഈ ആ ഭ്രമയുഗത്തിൽ മമ്മൂട്ടി എന്ന നടനെ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ മകനെ കൊണ്ട്, പുത്രൻ എന്ന, നമ്മളങ്ങനെയാണ് പുത്രൻ എന്ന ആ ഒരു അർത്ഥത്തിൽ, പുത്രൻ നരകത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്ന പുത്രൻ എന്ന് പറഞ്ഞ പോലെ മമ്മൂട്ടി വിഷമങ്ങളിലൂടെ കടന്നുപോയ സന്ദർഭമാണ്. ആ പുത്രൻ സത്യത്തിൽ ആ ചാത്തൻ, എന്തെങ്കിലും ചാത്തൻ്റെ ഭക്തർക്കോ ചാത്തൻ്റെ ആരാധനയ്ക്ക് ഒരു വിഷമം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ആ പുത്രൻ്റെ ആ ഒരു പ്രൊഡ്യൂസിങ്ങിലൂടെ ഇല്ലാണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ അച്ഛന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചാത്തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആ മനുഷ്യൻ അദ്ദേഹത്തിന് ഉണ്ടാവുകയും വേണം. ഈ കാന്തല്ലൂർ സ്വാമിയായിട്ടുള്ള അഭിമുഖത്തിലാണ് പറഞ്ഞത്, ബ്രഹ്മയുഗത്തിൽ അഭിനയിച്ചത് കൊണ്ടാണ് മമ്മൂട്ടിക്ക് രോഗാവസ്ഥയിലേക്ക് പോകേണ്ടി വന്നതെന്ന് അദ്ദേഹം നേരത്തെ തന്നെ മമ്മൂട്ടിയുടെ സഹോദരൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. അത് പറഞ്ഞ വാട്സപ്പ് സന്ദേശമൊക്കെ കാണിച്ചു തരികയും ചെയ്തിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിനെ എതിർത്തും അനുകൂലിച്ചും വലിയ ചർച്ചാ വിഷയമായ ഒരു വിഷയം കൂടിയാണ് ബാക്ക് മീഡിയയിൽ വന്ന ആ ഇൻ്റർവ്യൂ. അപ്പോൾ അതിനെയും ഇതിനെയും ഒക്കെ ചേർത്ത് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു 2ാം ഭാഗത്തിലോ 3ാം ഭാഗത്തിലോ മമ്മൂട്ടി മൂത്താൻ്റെ വേഷത്തിൽ എത്തുന്നു എന്നൊരു ഒരു ഹിൻഡ് ദുൽഖർ മമ്മൂട്ടിയുടെ ബർത്ത്ഡേയിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അതിന്റെ പ്രായശ്ചിത്തം ഇതിലൂടെ സംഭവിച്ചേക്കാം എന്നാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായും നമ്മളും തന്നെ ആ സിനിമ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ മാനസിക വിഷമം വന്നിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴുള്ള ആളുകൾ ഈ സമ്പ്രദായമായിട്ട് മാനസിക വിഷമം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എഫക്റ്റ് ചെയ്യും. അല്ലാണ്ട് ഒന്നിച്ച് പൂജയൊന്നും ചെയ്തൊന്നുമല്ല. ആ എഫക്റ്റ് ചെയ്യുമ്പോൾ അതിലെന്ന് വെച്ചാൽ മമ്മൂട്ടി അത് ചെയ്യാൻ, മമ്മൂട്ടിയെ പോലൊരു ആള് അതിനെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഈ കൾച്ചറിൻ്റെ ആളുകളോട് ഒരുപാട് ഇപ്പം അടുത്ത് അട്ടപ്പാടിയിലടക്കം പിള്ളേർക്ക് എറണാകുളം മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കാണിച്ചു നമ്മൾ അപ്പോൾ അത്ര കണ്ട് നിൽക്കുന്ന ഒരാൾ അവരുടെ ദൈവസങ്കല്പത്തെ തൊടുമ്പോൾ, അദ്ദേഹം ഒരിക്കലും ഒരു മതതീവ്രവാദിയൊന്നുമല്ല. അപ്പം അദ്ദേഹം ആ തൊടുന്ന സമയത്ത് ഒന്ന് വിചാരം ചെയ്യേണ്ടതായിരുന്നു എന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷമം സത്യത്തിൽ ഇതിൻ്റെയൊക്കെ വൈബ്രേഷൻ, നമ്മളെപ്പോൾ ആളുടെ വൈബ്രേഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പം അതിന് അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രായശ്ചിത്തം തന്നെയാണ് ഈ ദുൽഖറിലൂടെ ഉണ്ടായിട്ടുള്ള സിനിമ. ഇനി അറിയാണ്ടാണെങ്കിൽ പോലും അത് ഗുണമായിട്ടേ ഭവിക്കുള്ളൂ. നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ അറിയാണ്ട് ചെയ്താലും, രാജാവിൻ്റെ വിരൽ പറഞ്ഞ പോലെ അറിയാണ്ട് പറ്റിയാലും ഗുണമാണ്. ആ ഗുണം എന്താണ് ഇനി അങ്ങോട്ട്? അതുകൊണ്ട് ഈ പറഞ്ഞല്ലോ, അദ്ദേഹം ഇനി യേശു അല്ല എന്തായിട്ട് സ്വന്തം പിതാവിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അദ്ദേഹം അഭിനയിച്ചാലും ശരി, അതാണ് വേണ്ട. പ്രായശ്ചിത്തങ്ങൾ എപ്പോഴും വാക്കുകൊണ്ട് പറയുകയല്ല, കർമ്മം കൊണ്ട് ചെയ്ത് തീർക്കുക. അതാ അദ്ദേഹത്തെ പോലുള്ള പുണ്യാത്മാക്കൾ, മമ്മൂട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ മഹാനടനാണ്, പുണ്യാത്മാവാണ്. ഒത്തിരി ആളുകൾ ജാതിമത ഭേദമില്ലാണ്ട് ആദരിക്കുന്നതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ തന്ത്രയെ ബന്ധപ്പെട്ടിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു പരിഹാരം തന്നെയായിട്ട് കാണാനാണ് നമുക്ക് ആഗ്രഹം. അങ്ങനെ ആവട്ടെ, അതിൻ്റെ ഗുണം ഉണ്ടാവുക കുടുംബത്തിൽ. ഓക്കെ.